ഹലോ, ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ: ബസ്മതി അരി, സവാള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ചിക്കൻ, കൊത്തമല്ലി, പുതിന. ചിലത് ചതച്ചെടുക്കണം, ചിലത് അരിഞ്ഞെടുക്കണം. മസാലയ്ക്ക്: പട്ട, കറയാമ്പ്, ഏലക്ക ചെറുതും വലുതും, കുരുമുളക്, വഴനയില, തക്കോലം, ജാതിപത്രി. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. സവാള മുറിക്കുമ്പോൾ ഒരു പീസ് മുറിച്ച് മാറ്റിയിട്ട് നേരിയതായിട്ട് സ്പീഡായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. മാറ്റുന്ന പീസ് കറിയിൽ യൂസ് ചെയ്യുക. ഒരു പാൻ വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരിയതായി അരിഞ്ഞ സവാളയിട്ട് മൊരിയിച്ചെടുക്കണം. 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് വെള്ളം വെച്ച് മസാലയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് 1 ടീസ്പൂൺ പെരുംജീരകം കൂടെ ആഡ് ചെയ്ത് തിളപ്പിക്കാൻ വെച്ചു. സവാള മൊരിഞ്ഞു വന്ന് അത് കോരി മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇട്ട് അത് മൊരിയിച്ച് കോരി മാറ്റി. ഇതിലേക്ക് ചിക്കൻ പീസസ് നിരത്തി അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അതിലേക്ക് മസാലക്കൂട്ടിട്ട് വീണ്ടും അടച്ചു വെച്ചു. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അരിയും ചേർത്ത് വേവിക്കാൻ വെച്ചു. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്നും കൂടെ തുറന്ന് അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളകും ഒപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും തുറന്ന് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും തുറന്ന് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് മൊരിയിച്ച് വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് പൊടിച്ച് അതും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ച് വീണ്ടും അടച്ചു വെച്ച് പറ്റിക്കാൻ വെച്ചു. ഇപ്പോൾ നമ്മുടെ ചോറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് ഒന്ന് തിളയ്ക്കുന്നവരെയും വെയിറ്റ് ചെയ്ത് ചോറ് കോരി മാറ്റി. നമ്മുടെ ചിക്കനായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് പുതിനയും കൊത്തമല്ലി കൂട്ടിട്ട് വീണ്ടും ചോറിട്ട് വീണ്ടും പുതിനയിട്ട് വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് ഇതുവരെ നമ്മൾ നെയ്യ് ചേർത്തിട്ടില്ല. ഈ സമയത്താണ് നമ്മൾ നെയ്യ് ആഡ് ചെയ്യുന്നത്. അതും ഇട്ട് അടച്ച് വെച്ച് ഒരു വെയിറ്റ് വെച്ച് 5 മിനിറ്റ് ബേക്ക് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ആദ്യമേ പീസസ് വെക്കുക. അത് കഴിഞ്ഞ് ചോറ് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ പൊത്തി എൻജോയ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കൂ.